ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ നേവിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ ഏജ് ലിമിറ്റ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല, എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതിനെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ എഴുതിയാൽ പോരാ, അത് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സ്ലേറ്റൊക്കെ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പാടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ മുഴുവനായിട്ടും കാണുക. ഇനി അതെല്ലാം നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു അവസരമാണ്. പിന്നെ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. SSR മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്നാണ് ഇതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നത്, SSR മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന്. അപ്പം സീനിയർ സെക്കൻഡറി റിക്രൂട്ട് മെഡിക്കൽ ബ്രാഞ്ച് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2/2024 ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 2024 ആയിരിക്കും. ഈ വർഷം തന്നെ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ലൈഫ് ഏകദേശം നമുക്ക് എന്താണ് സെറ്റായി എന്നൊക്കെ പറയാം. കാരണം പ്രൊമോഷൻ സാധ്യതയുണ്ട്. നമ്മൾ നല്ല രീതിയിൽ എന്താണ് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം അവർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് വെറുതെ നമ്മൾ എന്തെടുക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഇല്ലാതൊക്കെ നടക്കുന്നവരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, വെറുതെ തള്ളിക്കളയരുത്. കാരണം നമ്മളിങ്ങനെ കുറേ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിലുപരി നമുക്ക് നമ്മുടെ കരിയർ സെറ്റാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്തരം റിക്രൂട്ട്മെൻറ്റ് എൻട്രികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സെറ്റാണ്. ഓക്കെ, പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അറിയാതെ പോരുത് എന്നുള്ളതാണ്. ഇത് ഓരോ സ്റ്റേറ്റ് വൈസിനും അത്യാവശ്യം വേക്കൻസികളൊക്കെ ഉള്ള പോസ്റ്റുകൾ തന്നെയാണ്. സ്റ്റേറ്റ് വൈസ് വേക്കൻസീസാണ് വരിക. അപ്പോൾ വിവിധ വേക്കൻസികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാം, മാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ +2 ആയിരിക്കണം. +2 നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ ഒരു കോമ്പിനേഷനിൽ പഠിച്ചവരായിരിക്കണം. അപ്പോൾ +2 നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചവരായിരിക്കണം. PCB കോമ്പിനേഷനിൽ പഠിച്ചവരായിരിക്കണം. അതായത് +2 നമ്മൾ ഫിസിക്സ് പഠിച്ചിരിക്കണം, കെമിസ്ട്രി പഠിച്ചിരിക്കണം, ദെൻ ബയോളജി പഠിച്ചിരിക്കണം. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, മറ്റു സയൻസ് സ്ട്രീം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. PCB എന്ന് പറയുന്ന കോമ്പിനേഷനിൽ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചവരായിരിക്കണം +2. അങ്ങനെയുള്ളവർക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നമുക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 50% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ കൂട്ടിയിട്ട് 50% മാർക്ക് നമുക്ക് ടോട്ടൽ ഉണ്ടായിരിക്കണം. ഈ 3 സബ്ജക്റ്റിൻ്റെ മാർക്കാണ് പറയുന്നത്. ഇനി അതല്ലാതെ ഓരോന്നിനും ഫിസിക്സിൽ 40% മിനിമം ഉണ്ടായിരിക്കണം, കെമിസ്ട്രിയിൽ 40% മിനിമം ഉണ്ടായിരിക്കണം, ബയോളജിയിൽ 40% മിനിമം ഉണ്ടായിരിക്കണം. ആ കണ്ടീഷനും ഇതിലെന്താണ് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 നവംബർ നിങ്ങൾക്ക് ഇവിടെ കാണാം മുതൽ നിങ്ങൾക്ക് 30 ഏപ്രിൽ ആണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് 30 ഏപ്രിൽ വരെ, അത് 30 ഏപ്രിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ 2007 30 ഏപ്രിൽ വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ +1 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഇതൊക്കെ നമുക്ക് എല്ലാ വർഷവും വിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിലേക്കൊക്കെ ഉള്ള ഒരു എന്താണ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം 1 നവംബർ 2003 30 ഏപ്രിൽ 2007 അതായത് 18 to 21 ഏകദേശം ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഡേറ്റുകളോ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വരുന്നവരാണെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ പേ സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അലവൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനീഷ്യലി നമ്മൾ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് 14,600 രൂപയാണ് പെർ മന്ത് നമുക്ക് ലഭിക്കുക. ആ ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പേ ലെവൽ 3ലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അവിടെ നമുക്ക് 21,700 മുതൽ 69,100 എന്നുള്ള പേ സ്കെയിലായിരിക്കും നമുക്ക് സാലറി ലഭിക്കുക. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ പറയുന്ന മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇവിടെ ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ലെവൽ 8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേ ലെവൽ ഇനീഷ്യലി ലെവൽ 3 ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പേ ലെവൽ 8 വരെ നിങ്ങൾക്ക് എന്താണ് മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 47,600 മുതൽ 1,51,100 ആണ്. അപ്പോൾ നിങ്ങൾക്ക്
സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷനിലൂടെ കയറി കഴിഞ്ഞാൽ എന്താണ് 1 ലക്ഷത്തിൻ്റെ മുകളിൽ സാലറി വാങ്ങാം. അതിൻ്റെ കൂടെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു +2 വെച്ച് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ മറ്റു ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ട്രെയിനിങ് പീരീഡും അത് കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്ന ബുക്സും അതുപോലെ റീഡിംഗ് മെറ്റീരിയൽസും യൂണിഫോമും അക്കോമഡേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ പറയുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ലീവ്, ട്രാവൽ കൺസെഷൻ, അതുപോലെ ഗ്രൂപ്പ് ഹൗസിംഗ് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ. ഇതൊക്കെ നമുക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ 75 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്രയും നല്ലൊരു പോസ്റ്റിനാണ് നിങ്ങൾ പ്രത്യേകം, കാരണം എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പോസ്റ്റിനാണ്. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കിയിട്ട് ഇതിൽ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 സ്റ്റേജാണ് വരുന്നത്. സ്റ്റേജ് 1 നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ +2 നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടല്ലോ, ഈ 3 സബ്ജക്റ്റിൻ്റെയും കൂടെ ടോട്ടൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. ഫോർ എക്സാമ്പിൾ 100 ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തു വിചാരിക്കുക. ആ 100 ഉദ്യോഗാർത്ഥികളിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കും. ഒരു നിശ്ചിത ലിസ്റ്റ്, സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് ലിസ്റ്റ് തയ്യാറാക്കുക. അതിനൊരു കട്ട് ഓഫ് ഇടും. ആ കട്ട് ഓഫിൻ്റെ ഉള്ളിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യും, അതിൽ എലിജിബിൾ ആണ്. സ്റ്റേജ് 1 എലിജിബിൾ ആണ്. അങ്ങനെ സ്റ്റേജ് 1 എലിജിബിൾ ആയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ സ്റ്റേജ് 1ൻ്റെ പ്രകാരം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ആ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഇതിൽ ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറയുകയാണ്. 1.6 കിലോമീറ്റർ നമ്മൾ ഡിസ്റ്റൻസിലേക്ക് 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടി എത്തണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് സ്ക്വാട്സ് 20 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. പുഷപ്സ് 15 എണ്ണം, ദെൻ ബെന്നി സിറ്റപ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ 15. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ എടുക്കണമെന്നൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ എടുത്താൽ മതി. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് സ്റ്റേജ് 2 ആണ്. അപ്പം ആദ്യം നമ്മൾ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ആ ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഈ പറയുന്ന ആദ്യം നമുക്ക് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മളത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിട്ടേൺ എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. +2 നമുക്ക് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള വേക്കൻസി ആയിരിക്കും അവിടെ, അതിനനുസരിച്ചായിരിക്കും ലിസ്റ്റ് വരിക. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അതിൽ ക്വാളിഫൈ ചെയ്തവരാണ് സ്റ്റേജ് 2 വരിക. സ്റ്റേജ് 2 ആദ്യം വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ എക്സാമിനേഷൻ വരിക. റിട്ടേൺ എക്സാമിന് നമുക്ക് 2 ലാംഗ്വേജിലും അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും നമുക്ക് അവൈലബിൾ ആണ്, ഹിന്ദിയിലും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് ഇംഗ്ലീഷിൽ എടുക്കാം, ഹിന്ദിയിൽ വേണ്ടത് അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണ് വരിക. പിന്നെ അതിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതിൽ ഇംഗ്ലീഷ്, സയൻസ്, ബയോളജി, ജനറൽ അവയർനെസ്, റീസണിങ് എബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ടോപ്പിക്ക് വരുന്നത്. 25 മാർക്കായിരിക്കും ഓരോ ടോപ്പിക്കിനും ഉണ്ടായിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ +2 ലെവൽ ബേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചാൽ മതി. +2 ലെവൽ എക്സാമിനേഷനൊക്കെ, SSCയുടെ എക്സാമിനേഷനൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ നല്ല ബുക്കുകളൊക്കെ വാങ്ങി പഠിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണം. അതായത് നമുക്ക് നിശ്ചിത ഹൈറ്റും വെയിറ്റും വേണം. 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി കേട്ടോ, വലിയ ഹൈറ്റൊന്നും വേണ്ട. 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ചെസ്റ്റ് ഒരു 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം എന്നുള്ള കണ്ടീഷനാണ്. വിഷ്വൽ സ്റ്റാൻഡേർഡൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അൺകറക്റ്റഡും കറക്റ്റഡും കളർ പെർസെപ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ ഐ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചെയ്തു തരും. 6/12 വേണം. അതുപോലെ തന്നെ കറക്റ്റഡ് ആണെങ്കിൽ 6/6 വേണം കേട്ടോ. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ മെഡിക്കൽ എക്സാമിനേഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ചെവിയിലുള്ള വാക്സും അതുപോലെ നിങ്ങളുടെ പല്ലിലുള്ള കറകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും ഒഴിവാക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് ഫെയിലാവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ട്രെയിനിങ് എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ ആ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിലായിരിക്കും. ഞാൻ പറഞ്ഞു അത് INS ചിൽക്ക ഒഡീഷയിൽ വെച്ചായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊഫഷണൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇനി ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് സ്റ്റേജ് 2ൻ്റെ ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനും അതുപോലെ റിട്ടേൺ ടെസ്റ്റിൻ്റെയൊക്കെ അഡ്മിറ്റ് കാർഡ് നമുക്ക് ഈ പറയുന്ന ഒക്ടോബർ തുടക്കത്തിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ എൻഡിലൊക്കെ നമുക്ക് ലഭിക്കും. ഈ എക്സാം വരുന്ന ഏകദേശം ഒക്ടോബർ മിഡിലൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അതായത് ഒക്ടോബറിൻ്റെ മധ്യത്തിലൊക്കെ ആയിരിക്കും അതിൻ്റെ എക്സാമൊക്കെ വരുന്നത്.
പിന്നെ അതോടൊപ്പം തന്നെ എന്നാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെപ്റ്റംബർ 7 മുതൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 17 ആണ് കേട്ടോ. കുറഞ്ഞ ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. സെപ്റ്റംബർ 17 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പിന്നെ ഇതിലേക്ക് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. കളറ് അത് നമ്മൾ ഈ പറയുന്ന ഏപ്രിലിൻ്റെ ഉള്ളിലെടുത്ത്, അതായത് നിങ്ങൾക്ക് ഏപ്രിൽ കഴിയാൻ പാടില്ല, ഏപ്രിലിൻ്റെ ഉള്ളിലെടുത്ത് 3 മാസത്തിൻ്റെ ഉള്ളിലെടുത്തായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏപ്രിലിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഏപ്രിലിൻ്റെ ഉള്ളിലെടുത്തായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് സെപ്റ്റംബർ ആണല്ലോ, നിങ്ങൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട. മാക്സിമം ഒരു 6 മാസമാണ് ഒരു ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മൾ അത്ര അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഏപ്രിലിൻ്റെ അപ്പുറത്തേക്ക് എടുത്ത ഈ പറയുന്ന മാർച്ചിലൊന്നും എടുത്തൊന്നും പറ്റില്ല കേട്ടോ. ഓക്കെ, ഫെബ്രുവരി, ജനുവരി, മാർച്ചത്തൊന്നും പറ്റില്ല. ഏപ്രിലിക്ക് ശേഷമുള്ളത് പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക 2024. അതോടൊപ്പം തന്നെ 10 GB 50 GB ഇടയിലായിരിക്കും അതിൻ്റെ ഫയൽ സൈസ്. പിന്നെ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ നേരെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് സ്ലേറ്റ് എന്ത് ചെയ്യുക, നമ്മളിവിടെ ചെസ്റ്റിൻ്റെ നേരെ പിടിക്കുക. എന്നിട്ട് അതിൽ വൈറ്റ് ചോക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പേരും എഴുതണം. നമ്മൾ ഫോട്ടോ എടുത്ത ഡേറ്റും എഴുതണം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പേരും നമ്മൾ ഫോട്ടോ എടുത്ത ഡേറ്റും. ഇത് നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ഇട്ട് ചെയ്താൽ പോരാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ബ്ലാക്ക് സ്ലേറ്റ് വാങ്ങുക. സ്ലേറ്റൊക്കെ ചിലപ്പോൾ സ്റ്റുഡിയോയിൽ ഉണ്ടാവും, ഇങ്ങനെയുള്ള പർപ്പസിന് എടുക്കുന്നവരുണ്ടാവും. അതിൽ നിങ്ങൾ വൈറ്റ് ചോക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേര്, ഇപ്പോൾ എൻ്റെ പേര് രാജു ആണെങ്കിൽ അന്ന് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്താണ് 11/9/2024 ഫോട്ടോ എടുക്കുന്നത് വയ്ക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അതിൻ്റെ അടിയിൽ എഴുതുക. ഇത് നമ്മൾ വൈറ്റ് ചോക്ക് ഉപയോഗിച്ച് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ലെവലിലാണ് പിടിക്കേണ്ടത് കേട്ടോ. സ്ലേറ്റ് 2 കൈ കൊണ്ട് പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് നോക്കി ഫേസൊക്കെ കാണുന്ന രീതിയിൽ നമ്മളത് കവർ ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതേപോലെയുള്ളൊരു ഫോട്ടോ ആണ്, ഇതേമാതിരിയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ പേര് മുഴുവനായിട്ട് ഇതാ, നെയിം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേര് ഇതോടെ ഒരു ഡെമോ കാണിക്കുകയാണ്. ഫുൾ നെയിം കൂടെ കൊടുക്കുക ക്യാപിറ്റൽ ലെറ്ററിൽ. അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത ഡേറ്റ് മാത്രം കൊടുത്താൽ, ഡേറ്റ് ഓഫ് ഫോട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡേറ്റ് നിങ്ങൾ കൊടുക്കുക, ഫോട്ടോ എടുത്ത കേട്ടോ. ഫുൾ നെയിം കൊടുക്കുക, ഡേറ്റ്. അത് വൈറ്റ് ചോക്ക് കൊണ്ട് ബ്ലാക്ക് സ്ലേറ്റിലായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും. നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ അത് റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് 17 സെപ്റ്റംബർ ആണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അപ്ലൈ നവറിന് ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നോക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് അല്ലെങ്കിൽ അപ്ലൈ നവറിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്, നമ്മുടെ ചാനലിൻ്റെ പേരാണ് ജിയോസിയാൽ എജുലാൻഡ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം പേജിലേക്കാണ് വരിക. ഓക്കെ, ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ലോഡായി പറ്റുക. ലേറ്റസ്റ്റ് ജോബ്സ് ഇന്ത്യൻ നേവി. ഇപ്പം നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ മോർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ വ്യൂ മോർ കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് ഓരോ പേജും ഇതൊന്ന് എടുക്കാൻ പറ്റും കേട്ടോ. സെക്കൻഡ് പേജ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വീഡിയോ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വന്ന് നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ മനസ്സിലാവാത്തവരാണെങ്കിൽ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ചില ആളുകൾക്ക് എവിടെയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. നമ്മുടെ വീഡിയോയുടെ അടിയിൽ നോ മോർ അല്ലെങ്കിൽ റീഡ് മോർ എന്നൊക്കെയുള്ള ഭാഗം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. അതിലാണ് നമ്മൾ അപ്ലൈ നവറിന് ലിങ്ക് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്കാണ് വരിക കേട്ടോ. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഇന്ത്യൻ നേവി SSR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് അപ്ലൈ നൗ എന്നുള്ള ഭാഗം കാണാം. നിങ്ങൾക്കിവിടെ അവിടെ നമ്മൾ ക്ലിക്ക് ചേർന്ന് കൊടുക്കാം. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ളടത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചേർന്ന് കൊടുക്കുന്നു. അങ്ങനെ ക്ലിക്ക് ചേർന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു പേജിലേക്കാണ് വന്നത് ജോയിൻ ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റേറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് കേരള കൊടുക്കാം. എന്നതായ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, ക്യാപ്ചർ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ അത് അടിച്ചു കൊടുത്തു, സേവ് എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് വരിക, 2 പാർട്ടായിട്ടാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഭാഗമാണ് റൈറ്റ് സൈഡിൽ. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ പാസ്വേഡും ഈ ക്യാപ്ചർ കോഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യണം, രജിസ്റ്റർ എന്നുള്ളവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള കറണ്ട് വേക്കൻസീസ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന SSR മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് കാണും. അങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ല നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ രജിസ്റ്റർ വിത്തൗട്ട് ആധാർ കാർഡ് എന്നുള്ള കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ID കാർഡാണെന്നുള്ള ഇവിടെ ചോദിക്കും. വോട്ടർ ID എന്നുള്ള കൊടുക്കാം നിങ്ങൾക്ക്. അതിനുശേഷം വോട്ടർ IDയുടെ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്പറോട് അടിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ചർ കോഡ് അടിച്ച് സേവ് കൊടുക്കാം. ഞാനിവിടെ സേവ് കൊടുത്ത് കാണിക്കാം.
അങ്ങനെ ഞാൻ കൊടുത്തപ്പോൾ നിങ്ങളുടെ കാണാം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഫാദറിൻ്റെ പേര് കൊടുക്കുക, ഗാർഡിയൻ നെയിം കൊടുക്കുക, പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, നാഷണാലിറ്റി ഏതാണെന്ന് സെലക്ട് ചെയ്യാം, ഡൊമസൈൽ സ്റ്റേറ്റ് നമ്മുടെ ഏതാണ് താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം, കേരള. ദെൻ നമ്മുടെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ വെച്ചാൽ കൊടുക്കാം. ദെൻ അൺമാരീഡ് മാരീഡ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം, സിംഗിൾ ആണ് സിംഗിൾ എന്ന് കൊടുക്കാം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും അതായത് SSLC സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലെയും ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആണെന്നാണ് ചോദിക്കുന്നതാണെങ്കിൽ യെസ് കൊടുക്കാം, ഇനി ഡിഫറെൻ്റ് ആണെങ്കിൽ നോ കൊടുക്കുക നിങ്ങൾ കേട്ടോ. ഓക്കെ, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഇനി അതിൽ നമ്മളെ ശരീരത്തിൽ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുള്ളത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പാൻ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ വോട്ടർ ID ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ദെൻ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാ അതിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഏറ്റവും ഡിഗ്രി വരെയൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ഡിഗ്രി കൊടുക്കാൻ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവും. ഓക്കെ, BE ഓർ BTech ഇതിൽ ഏതാണ് BE ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന BA ആണോ BSc ആണോ ഏതാச்சுം നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇനി PG ഉണ്ടെങ്കിൽ PG ഇതിലുണ്ട്. എന്നാൽ ഇതിൻ്റെ സ്ട്രീം നമ്മളേതാ പഠിച്ചതാണ്, ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ഏതാச்சுം നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇതിന് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തുണ്ടല്ല അത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഡിപ്ലോമ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ആദ്യം നമ്മൾ ഇമെയിൽ ID കൊടുക്കുക, ദെൻ റീ എൻട്രി ചെയ്യുക, ഇമെയിൽ ID താഴെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഗ്രി കൊടുത്ത് സേവ് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഇത് നമ്മൾ ഡീറ്റെയിൽ കൊടുത്ത് നമ്മളിവിടെ എഗ്രി കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്കൂടെ കാണാം സേവ് ആയപ്പോൾ അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ മെയിൽ തുറന്നിട്ട് അത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകും. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഡിലീറ്റ് ആവും, പിന്നെയും വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഡിലീറ്റ് ആയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മെയിൽ ID ചെക്ക് ചെയ്യണം. മെയിലിലേക്ക് അവർ മെയിൽ ചെയ്തിട്ടുണ്ടാവും. മെയിൽ ID ഇൻബോക്സിൽ ഇല്ലെങ്കിൽ നമ്മുടെ സ്പാം ഫോൾഡറൊക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മെയിലൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഏറ്റവും മുകളിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജോയിൻ ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ഞാൻ വെറുതെ പേര് അടിച്ചു കൊടുത്ത് ഞാൻ വെറുതെ നമുക്ക് ഒരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് അങ്ങനെ അടിച്ചു കൊടുത്താണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേരാണ് കാണിക്കുക, ഹലോ നിങ്ങളുടെ പേരാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൽ ID ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യാൻ നമ്മുടെ മെയിൽ ID ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി ഇവിടെ അടിയിൽ ഒരു ക്ലിക്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. ഓക്കെ, ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവുള്ളൂ, അല്ലാതെ പോയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ക്ലിക്ക് ചെയ്യുന്നത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുമ്പോൾ നേരെ എന്താണ് നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ടാകും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഇനി OTP വന്നില്ലെങ്കിൽ റീസെൻറ്റ് കൊടുത്താൽ വീണ്ടും അത് OTP വന്നോളൂ കേട്ടോ. ഓക്കെ, വെരിഫൈ കൊടുക്കുക. അപ്പം കാണാം നിങ്ങൾക്കിവിടെ ഒരു ഗ്രീൻ കളറിൽ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുൾ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യാം. ഇനി അത് ഡിലീറ്റ് പോകില്ല. നമ്മളിങ്ങനെ മെയിലിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്യുന്നത് വെരിഫൈ ചെയ്തില്ലെങ്കിൽ 24 മണിക്കൂറിൽ ഈ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോട്ടോ. ഇനി ഇത് ഡിലീറ്റ് ആയി പോകില്ല. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ പേജാണ് വരിക. ഓക്കെ, ബാക്കിയുള്ള പേജൊക്കെ ഞാൻ ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. അപ്പോൾ ഈ പേജിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇനി ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത പോലെ ലോഗിൻ ചെയ്യാനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇവിടെ കേരള സെലക്ട് ചെയ്യാം, ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കുക. ഞാനിവിടെ സേവ് കൊടുക്കുകയാണ്. അങ്ങനെ സേവ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നേരത്തെ വന്ന പോലെ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ലോഗിൻ വന്നു. ഇനി നമുക്കിവിടെ ലോഗിൻ ചെയ്താൽ മതി. നമ്മുടെ മെയിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടല്ലോ അടിച്ചു കൊടുക്കുക. ഈ ക്യാപ്ച കോഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. പാസ്വേഡ് മറന്നു പോലെ നിങ്ങൾക്ക് ഇവിടെ ഫോർഗോട്ട് അടിച്ചിട്ട് അത് റിക്കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ലോഗിൻ കൊടുത്ത് കാണിക്കാം. അങ്ങനെ ലോഗിൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഗ്രാജുവേഷനാണ് ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കണം കേട്ടോ. നമ്മൾ ഇയർ ഓഫ് പാസ് ഔട്ട് ആ ഇയറൊക്കെ നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഫൈനൽ ഇയർ ആണെങ്കിൽ നമുക്ക് ഫൈനൽ ഇയർ ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് +2 മതിയല്ല ക്വാളിഫിക്കേഷൻ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ ഫൈനൽ ഇയർ എന്നുള്ളത് കൊടുക്കാം. ഇനി കംപ്ലീറ്റഡ് ആണെങ്കിൽ 2024 കംപ്ലീറ്റ് 23 കംപ്ലീറ്റഡ് ആണെങ്കിൽ കൊടുക്കാം. ഇതിൽ ഡിഗ്രി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനിൽ ഡിഗ്രി കൊടുത്തോണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലാത്തവർക്ക് ഇത് വരില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ മാർക്ക് അവൈലബിൾ ആകുന്ന പെർസെൻറ്റേജിലാണെങ്കിൽ പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രാജുവേഷൻ്റെ മാർക്ക് ഷീറ്റൊക്കെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കട്ടെ. ഇതൊക്കെ പെർസെൻറ്റേജ് കാര്യങ്ങൾ റെഗുലറായിട്ടാണ് നമ്മൾ പഠിച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ആ പെർസെൻറ്റേജ് ഇവിടെ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഗ്രാജുവേഷൻ്റെ മാർക്ക് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം.
ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓക്കെ നമ്മളത് അപ്ലോഡ് ചെയ്തു. അതിന് ശേഷം യൂണിവേഴ്സിറ്റിൻ്റെ പേര് നമ്മളിവിടെ പഠിച്ചടിച്ച ആ യൂണിവേഴ്സിറ്റിൻ്റെ പേര് ഇവിടെ അടിച്ച കോളേജിൻ്റെ പേര് ഏതാണ് അതോടെ അടിച്ചു കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ കാര്യങ്ങളാണ്, പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് ഡിഗ്രി അവിടെ സെലക്ട് ചെയ്ത് പോയതാണ്. ജസ്റ്റ് പ്ലസ് ടു തന്നെ മതിയായിരുന്നു, കാരണം അതിപ്പോൾ പണിയായി. ഈ കോളേജ് നമ്മൾ പഠിച്ച കോളേജ് ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ പഠിച്ചത്? ഇപ്പോൾ കേരളത്തിൽ നമ്മളിവിടെ പഠിച്ചാൽ ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് സെലക്ട് ചെയ്യാം. UGC അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് ടിക്ക് ചെയ്യാം. ഇതിനു ശേഷം നമ്മൾ ഇവിടെയാണ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഇത് കൊടുക്കേണ്ടത് കേട്ടോ. പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റും ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടത്. ഇവിടെ പ്ലസ് ടുവിൻ്റെ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഇതുപോലെ നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ദെൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പ്ലസ് ടു സയൻസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളിടത്ത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളിടത്ത് ഞാൻ ഗ്രാജുവേറ്റ് കൊടുത്തോണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കോളം വന്നത്. നിങ്ങൾ പ്ലസ് ടു മാത്രം കൊടുത്താണെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലസ് ടുവിൻ്റെ ഇതേ വരുള്ളൂ കേട്ടോ. പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ ഞാനത് കൊടുത്തോണ്ട് എനിക്ക് മുകളിൽ അങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കണം. അപ്പോൾ മാർക്ക് ഇനി CGP ആണെങ്കിൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇതിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ മാർക്കാണ്, മാർക്കിൻ്റെ ഇവിടെ ടോട്ടൽ മാർക്ക് നമുക്ക് എത്രയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 വർഷത്തേക്ക് 200 മാർക്കാണ് സിൻ്റെ മാർക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ മാർക്ക് 200 കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ അടിച്ചു കൊടുക്കണം. ഒപ്റ്റൈൻഡ് എന്നുള്ള കിട്ടിയ മാർക്ക് കേട്ടോ, ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്കാണ്. ദെൻ ഹിന്ദി അതുപോലെ ഔട്ട് ഓഫ് 200 ദെൻ കിട്ടിയ മാർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ഫിസിക്സ് ഓക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പം അതും നമുക്ക് 200 ആണ് പ്രാക്ടിക്കൽ അടക്കം വരുന്നത്. ഓക്കെ, നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ. കെമിസ്ട്രി ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രം, ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കറക്റ്റ് പക്കായിട്ട് സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ കൊടുക്കണേ, ഇങ്ങോട്ട് മാറിപ്പോരുത്. ഞാനിപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും എൻ്റെ അടുത്തില്ല, ഞാൻ ഏകദേശം ഒരു ധാരണ വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, വെറുതെ ഒരു ഇതിന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു പർപ്പസാണ്. നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ എന്താണോ വെച്ചാൽ ആ രീതിയിൽ നിങ്ങളത് കൊടുക്കണം. ഓക്കെ, ബാക്കി ഏതെങ്കിലും സബ്ജക്റ്റിന് അതും കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് ഓപ്ഷണലായിട്ടാണ്. ഇനി അഡീഷണൽ നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന മറ്റേതെങ്കിലും ഇപ്പോൾ അഡീഷണലായിട്ട് ഉള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ റോൾ നമ്പർ, പ്ലസ് ടുവിൻ്റെ റോൾ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഷീറ്റിൻ്റെ സീരിയൽ നമ്പർ ഏതായാലും കൊടുക്കാം. പിന്നെ ഏത് സ്റ്റേറ്റാണ് ഇത് കണ്ടക്ട് ചെയ്തത്, ഇപ്പം നമ്മൾ കേരളത്തിലാണ് പഠിച്ചെങ്കിൽ കേരള എന്ന് കൊടുക്കാം. ദെൻ ബോർഡ് ഏതാണെന്ന് വെച്ചാൽ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാനുണ്ടാവും കേട്ടോ. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേരള ഗവൺമെൻറ് ഓഫ് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേട്ടോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മളോട് 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ്സിൻ്റെ നമുക്ക് മാർക്കാണ്, ടോട്ടൽ മാർക്ക് എത്ര എന്നുള്ളത് അടിച്ചു കൊടുക്കുക നമ്മൾക്ക്. അപ്പോൾ ഞാൻ 580 ആണ് വിചാരിക്കുക. ടോട്ടൽ മാർക്ക് എനിക്ക് കിട്ടിയത് 680 ഔട്ട് ഓഫ് വരുന്നത്. ഓക്കെ, ടോട്ടൽ ഒബ്റ്റൈൻഡ് മാർക്ക് ടോട്ടൽ മാർക്ക് 650, ഒബ്റ്റൈൻഡ് മാർക്ക് 550. ഒബ്റ്റൈൻഡ് മാർക്ക് പറഞ്ഞാൽ നമ്മൾ നേടിയ മാർക്കാണ്. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തൂടെ കാണിക്കും. പിന്നെ മാർക്ക് ഷീറ്റിൻ്റെ നമ്പറോ സീരിയൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പറോ ഇട്ട് കൊടുക്കാം. എവിടെയാണ് ഇത് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കേരളം കൊടുക്കാം. ദെൻ നമ്മൾ ബോർഡ് ഏതാണ്, ഇതിൽ നമുക്ക് കേരള നിൽക്കണം പബ്ലിക് എക്സാമിനേഷനാണ് വരിക, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷനാണ് വരിക. ഓക്കെ, നമ്മളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ മാർക്ക് ഷീറ്റ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ പാസിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിൽ ഒരു കോമൺ ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് തന്നെ ഉള്ളൂ, നമുക്ക് വേറെ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ സെയിം നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനു ശേഷം അവിടെ ക്യാപ്ചർ അടിച്ച് സേവ് കൊടുക്കുക. ഞാൻ സേവ് കൊടുത്തിട്ട് കാണിക്കാം. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു, ഇനി സേവ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം യുവർ എഡ്യൂക്കേഷൻ പ്രൊഫൈൽ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. അവിടെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. പിൻകോഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറൊക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ ഇമെയിൽ ഐ ഡിൻ്റെ കൊടുക്കുക. നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ ഒറ്റ ടിക്ക് കൊടുത്താൽ മതി. അത് മുകളിലുള്ള അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക, മറ്റേത് അത് ഹൈഡ് ആയിക്കോളും, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. ബ്രൗസറിലെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ ഫോട്ടോഗ്രാഫിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഫോട്ടോഗ്രാഫാണ് വേണ്ടത് കേട്ടോ. വെറുതെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോ മുഴുവൻ കാണുക. നമ്മൾ സ്ലേറ്റൊക്കെ പിടിച്ച് അതിൽ പേരും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രീതിയിലുള്ളതായിരിക്കണം. സിഗ്നേച്ചർ നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യണം. 100 KB കൂടാൻ പാടില്ല ഫയൽ സൈസ്. നമ്മളൊരു സിഗ്നേച്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇതിനടുത്ത് നമ്മൾ റെസിഡൻഷ്യൽ പ്രൂഫിന് വേണ്ടി ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് മാൻഡറ്ററി അല്ല ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇവിടെ ക്യാപ്ച കോഡ് ഇവിടെ കൊടുക്കുക, നമ്മൾ എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ അത് റീസൈസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈസി ടൂൾസിൽ വന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ ഈസി ടൂൾസിൽ വന്ന് ഫോട്ടോ എഡിറ്റർ ഉണ്ട്. ഫോട്ടോ എഡിറ്ററിൽ പോയിട്ട് ഞാൻ എൻ്റെ ഡയമെൻഷൻ ഒന്ന് ചേഞ്ച് ആക്കണം. നമുക്ക് ആ ഡയമെൻഷനിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഓൾറെഡി ഉള്ള ഡയമെൻഷനിൽ പറ്റുന്നില്ല. അതൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഹൈറ്റ് വേണ്ടത് ഇതിൽ പറയുന്നുണ്ട് 300 പിക്സൽ ഹൈറ്റ്, സോറി വിഡ്ത്താണ് 300 പിക്സൽ വേണ്ടത്. 400 ആണ് ഹൈറ്റ് വേണ്ടത്. 300 × 400 കൊടുക്കാം. ഇവിടെ പോയി യെസ്, വിഡ്ത്ത് 300, ഹൈറ്റ് 400 വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് 400 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹൈറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കൊരു 100 KB ഔട്ട്പുട്ട് ഫയൽ സൈസ് കൊടുക്കാം. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കാം. അത് നിങ്ങൾക്ക് കൂടെ കാണാം 66 KB ഉള്ളൊരു ഫയൽ അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ വന്നിട്ട് ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് എടുക്കാം. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അതുപോലെ സിഗ്നേച്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷൻ മാറ്റേണ്ടി വന്നാൽ മാറ്റേണ്ടി വരും. അപ്പോൾ അതിൽ സിഗ്നേച്ചർ കുഴപ്പമില്ലാന്ന് തോന്നുന്നുള്ളത്. ഓൾറെഡി സിഗ്നേച്ചർ നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ ഒന്നും പാടെ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കണേ. ഞാൻ ക്യാപ്ച കോഡ് അടിച്ചു, സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം യുവർ കമ്മ്യൂണിക്കേഷൻ പ്രൊഫൈൽ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എനിക്ക് പാസ്വേഡൊക്കെ ചേഞ്ച് വരുത്താം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചേഞ്ച് വരുത്താം. അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മളിവിടെ കറണ്ട് ഓപ്പണിംഗ് എന്നുള്ള ഭാഗം നോക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓഫീസർ എന്നുള്ള അതിലായിരിക്കും നിൽക്കുന്നത്. അത് നിങ്ങളിവിടെ അഗ്നിവീർ SSR എന്നാണ് നിങ്ങൾക്കിവിടെ SSR സീനിയർ സെക്കൻഡറി റിക്രൂട്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് SSR. ഓക്കെ, അപ്പോൾ അഗ്നിവീറിൻ്റെ വേക്കൻസി എന്തെങ്കിലും ഇതിൽ കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സെയിലർ SSR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് കാണാം. അപ്ലൈ എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് അപ്ലൈ നൗവിൻ്റെ അടിയിലൂടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് പോയാൽ മതി. ഓക്കെ, കാരണം നമ്മൾ ഡെമോ അക്കൗണ്ടാണ് വെറുതെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ട് ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് ഫൈനലി അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ അഗ്നിവീർ SSR എന്നുള്ള എനേബിൾ ആക്കിയിട്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ കറണ്ട് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയുള്ള വേക്കൻസികളൊക്കെ ഇവിടെ കാണിക്കും. ഇനി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, റിക്രൂട്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താനുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങളനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മൈ ഡാഷ്ബോർഡ് എടുത്താൽ നിങ്ങളുടെ ഡാഷ്ബോർഡാണ് ഇവിടെ കാണുക. ഓക്കെ, നമ്മുടെ പേരാണ് ഇവിടെ ഉണ്ടാകുക. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നതാണ്. പിന്നെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് വരുത്താം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചേഞ്ച് വരുത്താം. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്താം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കറണ്ട് ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റീസിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ അഗ്നിവീർ SSR എന്നുള്ളതിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.